ഇന്ത്യക്കാരായ വിദ്യാർത്ഥികൾക്ക് ഓസ്ട്രേലിയയിലേക്ക് സ്റ്റുഡന്റ് വിസ കിട്ടുന്ന കാര്യമിനി അത്ര എളുപ്പമാകില്ല. ഇന്ത്യക്കാരെ ഓസ്ട്രേലിയ ഹൈറിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ഉയർന്ന അപകട സാധ്യതയുള്ള വിഭാഗത്തിലാണ് ഈ രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓസ്ട്രേലിയൻ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 4 ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളെ ഏറ്റവും ഉയർന്ന അപകട സാധ്യതയുള്ള വിഭാഗത്തിലേക്കാണ് ഓസ്ട്രേലിയ മാറ്റിയത് എന്ന കാര്യമാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. ഈ മാസം 8-നാണ് ഓസ്ട്രേലിയൻ ആഭ്യന്തര വകുപ്പ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഇന്ത്യക്കാരായ വിദ്യാർത്ഥികൾക്ക് ഓസ്ട്രേലിയയിലേക്ക് സ്റ്റുഡന്റ് വിസ കിട്ടുന്ന കാര്യം ഇനി അത്ര എളുപ്പമാകില്ല. 4 രാജ്യങ്ങളെയും എവിഡൻസ് ലെവൽ 2-വിൽ നിന്ന് ലെവൽ 3-യിലേക്ക് മാറ്റി. കഴിഞ്ഞ വർഷം ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ എന്നിവ ഒരുമിച്ച് അന്താരാഷ്ട്ര വിദ്യാർത്ഥി പ്രവേശനത്തിന്റെ 1/3 ഭാഗമായിരുന്നു. യഥാർത്ഥ വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുന്നത് തുടരുന്നതിനൊപ്പം അപകട സാധ്യതകൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നതാണ് ഈ മാറ്റങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തരകാര്യ വക്താവ് പറഞ്ഞു. ഓസ്ട്രേലിയയിൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം തേടുന്ന യഥാർത്ഥ വിദ്യാർത്ഥികൾക്ക് സൗകര്യമൊരുക്കുന്നത് തുടരുന്നതിനൊപ്പം ഉയർന്നുവരുന്ന ചില പ്രശ്നങ്ങൾ കൂടി ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ഈ മാറ്റം സഹായിക്കും എന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. എന്നാൽ മുൻ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി സെക്രട്ടറി ഡോക്ടർ അബുൽ റിസ്വി ഈ നീക്കത്തെ വളരെ അസാധാരണം എന്ന് വിശേഷിപ്പിച്ചു. സാധാരണയായി വർഷത്തിലൊരിക്കൽ മാത്രമേ എവിഡൻസ് ലെവലുകൾ അപ്ഡേറ്റ് ചെയ്യാറുള്ളൂ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. വിസ റദ്ദാക്കൽ, നിയമവിരുദ്ധമായ ഓവർസ്റ്റേകൾ, തുടർന്നുള്ള അഭയാർത്ഥി അപേക്ഷകൾ തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് രാജ്യങ്ങളെ വിലയിരുത്തുന്നത്. കഴിഞ്ഞ മാസം ഓസ്ട്രേലിയയിലെ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജൂലിയൻ ഹിൽ ഇന്ത്യയിലെ ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ഇക്കാര്യത്തിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മേൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ കൂടുതലായി കണ്ടെത്തേണ്ടതായി വരും. ഓസ്ട്രേലിയയിൽ വിസയ്ക്ക് അപേക്ഷിക്കുന്ന ഇന്ത്യക്കാരായ വിദ്യാർത്ഥികളെ സൂക്ഷ്മമായി പരിശോധിക്കും. അവരോട് കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ടേക്കാം. കൂടാതെ കർശനമായ പശ്ചാത്തല പരിശോധനകളും ഉണ്ടായിരിക്കും. ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ സ്വമേധയാ പരിശോധിക്കുകയും ചെയ്യും. അപേക്ഷകളുടെ പ്രോസസ്സിംഗ് സമയം 3 മുതൽ 8 ആഴ്ച വരെ നീണ്ടുനിൽക്കും. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വ്യാപകമായി വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയതായി നേരത്തെ വലിയ തോതിൽ പരാതി ഉയർന്നതാണ്. ഓസ്ട്രേലിയയിലെ 6,50,000 അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ ഏകദേശം 1,40,000 പേർ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. യഥാർത്ഥ വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുന്നത് തുടരുന്നതിനൊപ്പം അപകട സാധ്യതകൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നതാണ് ഈ മാറ്റങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തരകാര്യ വക്താവ് പറഞ്ഞു.